കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. പുറത്ത് ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും നിമ്മിയുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. ശ്രീരാഗിൽ നിന്നും തനിക്ക് നേരെ വരുന്ന നോട്ടങ്ങൾ അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഇവിടുത്തെ എവിടെ പോയി ദേവേട്ടാ? കുറെ നേരമായാലും പോയിട്ട്. ഷീലു വർണ്ണയെ കാണാതെ ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാത്തു നിന്നിരുന്ന നിമ്മി വേഗം മുകളിലേക്ക് നടന്നു. ദേവേട്ടാ, നിങ്ങൾ നാളെ തന്നെ പോവോ? കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാം. അതെങ്ങനെയാ മോളെ? ഏട്ടൻ അവിടെ കുറച്ച് തിരക്കുകളുണ്ട്. എന്നാൽ ഏട്ടൻ പോയിക്കോ. വർണ്ണ ഇവിടെ കുറച്ച് ദിവസം നിർത്ത്. ആ ബെസ്റ്റ്. ദേവേട്ടനെ കാണാതെ ഇന്നലെ രാത്രി കരഞ്ഞ ആളെ തന്നെ ഇവിടെ നിർത്തണം. ദർശന കളിയാക്കി പറഞ്ഞു. ആ മുകളിൽ നിന്ന് നിമ്മിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം ഓരോരുത്തരായി മുകളിലേക്ക് ഓടാൻ തുടങ്ങി. അച്ഛ, ഒന്നും ചെയ്യല്ല അവളെ, വെറുതെ വിട്ടേക്ക്. നിമ്മി ചന്ദ്രശേഖരനെ നോക്കി പറഞ്ഞു. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കു നിമ്മി. നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഇവളുടെ ജീവനെ എനിക്ക് വേണം. ഇവൾക്ക് വേദനിച്ചാൽ അവനും വേദനിക്കും. വർണ്ണയുടെ കഴുത്തിലേക്ക് കയ്യിലെ കത്തി ചേർത്തുകൊണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു. അച്ഛ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിമ്മി കൈകൂപ്പി പറഞ്ഞെങ്കിൽ ചന്ദ്രശേഖരൻ അതൊന്നും കേട്ടിരുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൂടിയിരുന്നു. ചന്ദ്ര, നീ ഇതെന്ത് ഭ്രാന്തായി കാണിക്കണേ? മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച് ജീവനാ. എന്റെ ഇത്രയും കാലത്തെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് അവൻ ഇല്ലാതാക്കാൻ പോവാ. അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നെ ഇങ്ങനെ ആക്കിയ ഇവന്റെ ജീവനല്ല ഇവള്. അപ്പൊ ഇവളങ്ങ് ഞാൻ പറഞ്ഞു വിടുകയാ. അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുഞ്ഞേ, അടുത്തേക്ക് വന്നു പോകരുത്. മുന്നിലേക്ക് നടക്കാനൊരുങ്ങിയ ദത്തിനെ തടഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ നൽകി. വർണ്ണയെ വിട്ടേക്കച്ച. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. പാർവതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീർക്കാൻ തരത്തിലുള്ള പ്രശ്നങ്ങളല്ല ഞങ്ങൾക്കിടയിലുള്ളത്. അല്ലെങ്കിലും നിന്നെയൊന്നും എനിക്ക് വിശ്വാസമല്ല. ഞാൻ സ്വന്തം അച്ഛനായിട്ട് നീയും നിന്റെ ഏട്ടനും അവൻ്റെ ഒപ്പമല്ലേ? നോ! ദത്തൻ ചന്ദ്രശേഖരന്റെ പിന്നിലേക്ക് നോക്കി അലറിയതും അയാളും പിന്നിലേക്ക് തിരിഞ്ഞു. ആ സമയം കൊണ്ട് ദത്തനാളുടെ കയ്യിലെ കത്തി തട്ടി മാറ്റി അയാളെ പിന്നിലേക്ക് തള്ളി. ദത്താ! വർണ്ണ കരഞ്ഞുകൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലട പൊന്നെ. ദത്തൻ കൂടെയില്ലേ? എൻ്റെ കുട്ടി പേടിക്കണ്ട. ദത്തൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കൊല്ലും ഞാൻ. ചന്ദ്രശേഖരൻ അപ്പോഴും ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അയാൾ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു പോയ കത്തി താഴെയാകെ തിരിയാൻ തുടങ്ങി. അത് കാണാതെയായതും അയാൾ താഴെ നിന്ന് എഴുന്നേറ്റ് ദത്തിന് നേരം നടന്നു വന്ന് അവനിൽ നിന്നും വർണ്ണയെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ദത്തൻ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയതും അയാൾ പിന്നിലേക്ക് വീണു. വർണ്ണയെ മാറ്റി നിർത്തി ദത്തൻ അയാൾക്ക് നേരം പാഞ്ഞെടുത്ത് അയാളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. നിർത്താൻ! എന്താ ഇവിടെ നടക്കുന്നത്? മുത്തശ്ശിയുടെ അലർച്ചയിൽ ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. ഇയാൾ ആരാ നിങ്ങൾക്ക് അറിയോ? ക്രിമിനലാ ഇയാൾ. എത്ര കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? ദത്തിന് അയാൾ നിലത്തേക്ക് തള്ളി. പണത്തിനോട് മാത്രം അയാൾക്ക് സ്നേഹമുള്ളൂ. അതിനുവേണ്ടി തന്റെ 3 മക്കളുടെയും ജീവിതം നശിപ്പിച്ചു. ഇയാൾ കാരണം ഒരിക്കൽ. ദത്താ! വർണ്ണ ഇരു കണ്ണുകളും അടച്ച് ഉറക്കിയാലറി. ദത്തൻ സംസാരിക്കുന്നതിനിടയിൽ കാറ്റന്റെ മറവിലായി കിടന്നിരുന്ന കത്തിയെടുത്ത് ചന്ദ്രശേഖരൻ ആഞ്ഞു വീശി. താഴേക്ക് ഇറ്റി വീഴുന്ന രക്തത്തുള്ളികൾ കണ്ട് ദർശനം ബോധം പറഞ്ഞ് താഴേക്ക് വീഴാൻ പോയതും രാഘവളെ താങ്ങി പിടിച്ചു. ദത്തനെ കൂത്താനായി വീശിയ കത്തി പാത്തി അപ്പോഴേക്കും തടഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കത്തി പിടിച്ച പാത്തിയുടെ ഉള്ളം കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റി വീണു. ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഒന്ന് ഭയന്നെങ്കിലും പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. പാത്തി അയാളുടെ കൈ പിടിച്ച് തിരിച്ചതും വേദന കൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീണു. ചന്ദ്രശേഖരൻ വേദന കൊണ്ട് താഴേക്ക് ഇരുന്നു പോയി. തന്തയാണെന്ന പരിഗണന വെച്ച് മാത്രം ഞാൻ ഇത്രയും കാലം ഒന്നും പ്രതികരിക്കാതിരുന്നത്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് പോയി ചത്തൂടെ. അങ്ങനെ ചാവാനല്ല ഞാൻ ഇതുവരെ എത്തിയത്. എന്റെ എല്ലാം നശിപ്പിച്ച് ഇവന്റെയും ഞാൻ നശിപ്പിക്കും. ചന്ദ്രശേഖരൻ അത് പറഞ്ഞ് എണീറ്റതും അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അയാളെ ചവിട്ടി ആളെ കണ്ടാണ്. അന്ന് അഭിജിത്തിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് അറിഞ്ഞത് മുതൽ ഞാനിത് ഓങ്ങി വെച്ചതാണ്. അമ്മാവനെന്ന പരിഗണന അത് മാത്രം എന്നെ തടഞ്ഞത്. തൻ്റെ സ്വന്തം മകളല്ലടോ നിമ്മി. അവളുടെ ലൈഫ് വെച്ചല്ലേ താൻ കളിച്ചത്. ദേഷ്യം തീരാതെ ശ്രീ അയാളുടെ നെഞ്ചിലേക്ക് വീണ്ടും ചവിട്ടി.
സാധാരണ സമാധാന പ്രിയനായ ശ്രീയുടെ ഇങ്ങനൊരു ഭാവം എല്ലാവർക്കും പുതിയ അനുഭവമായിരുന്നു. ദത്തനും പാതിയും നല്ല ദേഷ്യക്കാരനാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രീ സമാധാനത്തോടെ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യാനുള്ളത്. ശ്രീ ദേഷ്യം തീരാതെ വീണ്ടും വീണ്ടും അയാളെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. മതി ശ്രീമോനെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ 3 മക്കളുടെ അച്ഛനല്ലേ, ഇങ്ങനെ തല്ലിച്ചതക്കുന്നത് കാണാൻ വയ്യ. മാലതി ശ്രീരാഗിന്റെ കാലിൽ പിടിച്ച് കരഞ്ഞതും അവൻ പിന്നിലേക്ക് മാറി. പേടിക്കണ്ട ഏട്ടാ, പെട്ടെന്ന് ബ്ലഡ് കണ്ടപ്പോൾ തെച്ചെടുത്ത് പേടിച്ചതായിരിക്കും. ധ്രുവി നോക്കുന്നുണ്ടല്ലോ. ദത്തൻ തന്റെ തോളിൽ തല ചാരി വെച്ചിരിക്കുന്ന രാഗിനെ ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ധ്രുവി ദർശനെ കിടത്തിയിരുന്ന റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു. കൺഗ്രാറ്റ്സ് മാൻ, ചെലവ് വേണം. ധ്രുവി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് രാഗിന്റെ തോളിൽ തട്ടി. ഏട്ടാ, ഒരു ജൂനിയർ ദേവരാഗോ ദർശനയോ വരുന്നോന്ന്. അവനത് പറഞ്ഞതും എല്ലാവരുടെയും മുഖം വിടുന്നു. അടുത്ത നിമിഷം രാഗ റൂമിനകത്തേക്ക് ഓടി. ദർശന എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. രാഗ അരികിൽ വന്നിരുന്നതൊന്നും ദർശന അറിഞ്ഞിരുന്നില്ല. രാഗ തന്റെ കൈയെടുത്ത് അവളുടെ വയറിന് മുകളിലായി വെച്ചതും അവളൊന്ന് ഞെട്ടി. ഏട്ടാ, നമ്മുടെ കുഞ്ഞ്, എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ഒരാൾ വരിക. രാഗിന്റെ കൈക്ക് മുകളിൽ കൈ വെച്ചുകൊണ്ട് ദർശന പറഞ്ഞു. അനാഥത്വത്തിന്റെ വേദന അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. രാഗ അവളുടെ നെറുകിലായി ഉമ്മ വെച്ചു. ആ സന്തോഷ വാർത്തയോടെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. മാലതിയുടെ അപേക്ഷയ്ക്ക് മുമ്പ് എല്ലാവരും തന്നോട് ക്ഷമിച്ചെന്ന വിശ്വാസത്തിൽ ചന്ദ്രശേഖരനൊന്ന് ആശ്വസിച്ചു. പാപ്പ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. രാവിലെ ഗാർഡൻ ഏരിയയിൽ നിൽക്കുകയാണ് ദത്തനും പപ്പയും. ഗൗരവപരമായ കാര്യമാണ് രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താ ദേവ പറയേണ്ടത്? എനിക്കറിയാം ചന്ദ്രശേഖരൻ്റെ ഇല്ലീഗൽ ബിസിനസ് ഡീലിനെ കുറിച്ച്. പക്ഷെ അത് തടയാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല. അവൻ അത്രയും വളർന്നു കഴിഞ്ഞു. അവൻ ഉന്നതരുടെ പിടിപാടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല പപ്പ. അയാളെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അയാൾ കാരണം എത്ര കുട്ടികളുടെ ജീവിതം നശിച്ചത്. ഇനിയും അതിന് സമ്മതിച്ചുകൂടാ. പക്ഷേ ചന്ദ്രശേഖരൻ അറസ്റ്റിലായാൽ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെയാണ്. അയാളുടെ തെറ്റുകൾ പുറത്തു വരുമ്പോൾ പാലക്കൽ ഗ്രൂപ്പിൻ്റെ ഗുഡ് വില്ലിനെയാണ് ബാധിക്കുക. ചിലപ്പോൾ ഇപ്പം നമുക്ക് ലഭിക്കുന്ന പല കോൺട്രാക്റ്റുകളും ഇല്ലാതാകും. സാരല്ലടാ, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. നിന്റെ ജോലി നടക്കട്ടെ. ഇനി അവൻ കാരണം ഒരു കുട്ടിയും മയക്കുമരുന്നിന് അടിമപ്പെടരുത്. ഒരു കുടുംബവും നശിക്കരുത്. പാപ്പയുടെ ആ വാക്കുകൾ മതിയായിരുന്നു ദത്തന്. അവനും പപ്പയൊന്ന് പുണർന്നുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ വേഗം കുളിച്ച് റെഡിയായി. എങ്ങോട്ടാ തെത്താ? ചായയുമായി വന്ന പറഞ്ഞ് ചോദിച്ചു. സ്റ്റേഷൻ വരെ ഒന്ന് പോകണം കുഞ്ഞ്. അപ്പം ഞാൻ വരണ്ടേ? എൻ്റെ കുട്ടി കൂടെ നിൽക്കാനല്ല ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ നിന്നു. ഒഴിവുള്ള ദിവസം ഞാൻ കാണാൻ വരാം. അത് കേട്ടതും വാർണയുടെ മുഖം മാറാൻ തുടങ്ങിയിരുന്നു. നീ വെറുതെ പറയാ, സ്റ്റേഷനിൽ കാണുക യൂണിഫോം ഇവിടെ. യൂണിഫോം നമ്മുടെ വീട്ടിലല്ലേ. ഞാൻ വീട്ടിൽ പോയിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെടാ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. ഞാൻ എന്തെങ്കിലും വരാം. ദത്തൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ച് മേശപ്പുറത്തിരിക്കുന്ന വാലറ്റും ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. ഡോറിൻ്റെ അരികിലെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പം കരയുമെന്ന രീതിയിൽ കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന വർണ്ണയെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ കൈകൾ വിടുത്തി അവൾ അടുത്തേക്ക് പിടിച്ചു. അടുത്ത നിമിഷം അവൾ ഓടി വന്ന് അവനെ നെഞ്ചിലേക്ക് ചേർന്നു. അയ്യേ, ദത്തൻ്റെ കുട്ടി കരയാണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലടാ. ദത്തൻ എൻ്റെ കുഞ്ഞില്ലാത്ത ഒറ്റയ്ക്ക് പറ്റുമോ? ഞാൻ വേഗം വരാട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് വരുമോ? വരാടാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് ദത്തൻ പുറത്തേക്ക് പോയി. ഉച്ചയോടുകൂടി പാലക്കൽ തറവാട്ടിൽ ഫോൺ കോളുകൾ ഉയരാൻ തുടങ്ങി. ആ ന്യൂസ് ഒന്ന് വെച്ചേ, ശ്രീ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശിലുവിനോട് പറഞ്ഞു. അവളത് കേട്ട് ചാനൽ വെച്ചു. പാലക്കൽ ഗ്രൂപ്പിൽ റെയ്ഡ്. നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കണമെന്ന സംശയത്തിൻ്റെ പേരിലാണ് റെയ്ഡ് നടക്കുന്നത്. വാർത്ത കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ ഹാളിലേക്ക് വന്നു. ഇതെന്താടാ, നിന്റെ തന്തപ്പടിക്ക് ഇന്നലെ അടി കിട്ടിയപ്പോൾ ആകെയുള്ള ബോധവും പോയോ? ന്യൂസ് ചാനലിൽ ഇത്രയൊക്കെ ബഹളം നടന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ ഹാളിൽ പേപ്പർ വായിച്ചു കൊണ്ടിരുന്ന ചന്ദ്രശേഖരനെ നോക്കിയാണ് ശ്രീ അത് ചോദിച്ചത്. ഇത് ബോധം പോയതല്ലടാ, അഹങ്കാരം. കാര്യൻ്റെ അച്ഛനാണെങ്കിലും ചില സമയങ്ങളിൽ ആദിബുദ്ധി കാണിച്ചെല്ലാം നശിപ്പിക്കും. അത് 100% ശരിയാണ്. അല്ലെങ്കിൽ ഇന്നലെ ആരും കാണാതെ വീട്ടിൽ നിന്ന് ചാടിപ്പോവാൻ നിന്നേക്ക് വാർണയെ ഉപദ്രവിക്കാൻ ശ്രമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, ഇയാൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ദേഹത്തിനൊന്നും പറഞ്ഞില്ലേ? മാത്രമല്ല രാവിലെ ഒരു കുംഭസാരവും മാപ്പ് കൊടുക്കലും. കുംഭസാരം? പാർത്ത് സംശയത്തോടെ ചോദിച്ചു. അപ്പം രാവിലെ നടന്നൊന്നും നീ അറിഞ്ഞില്ലേ? ശ്രീ രാവിലെ നടന്ന കാര്യങ്ങൾ പാർത്തിക്ക് വിശദീകരിക്കാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്
വർണ്ണയോട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയാണ് ദത്തൻ. അന്ന് പതിവില്ലാത്ത പോലെ ചന്ദ്രശേഖരൻ ഹാളിൽ ദത്തനെയും കാത്തിരിക്കുകയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വന്ന ദത്തൻ അയാളെ കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ ശ്രീയെ നോക്കി ചിരിച്ച് മുന്നോട്ട് നടന്നു. ദേവാ, ചന്ദ്രശേഖരന്റെ വിളി കേട്ട് അവനൊന്നു നിന്നു. അപ്പൊ അമ്മാവനെന്റെ പേരറിയാല്ലേ? അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു. ദേവാ, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോഴത്തെ അതിമോഹത്തിൽ പറ്റിപ്പോയതാ. മോനി അമ്മാവനോട് പൊറുക്കണം. ചന്ദ്രശേഖരൻ ദത്തന്റെ കാലിലേക്ക് വീണു. ദത്തൻ രണ്ടടി പിന്നിലേക്കായി നീങ്ങി. ഹൈ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഈ പാപിയോടൊന്ന് ക്ഷമിച്ചെന്ന് പറ ദേവാ. ഞാനിനി ഒരിക്കലും ഒരു തെറ്റും ആവർത്തിക്കില്ല. ഇന്നലെ ഞാൻ പറഞ്ഞേ ഉപദ്രവിച്ചതിനും ഞാൻ ക്ഷമ ചോദിക്കാം. അമ്മാവൻ താഴെ എഴുന്നേക്ക്. ഇല്ല, നീ ക്ഷമിച്ചെന്ന് പറയാൻ ഞാൻ എണീക്കില്ല. ശരി, ഞാൻ അമ്മാവൻ ചെയ്ത കാര്യങ്ങൾ ക്ഷമിച്ചു. എണീക്ക്. അദ്ദേഹത്തിന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വലതും കാണിച്ചു അമ്മാവൻ? ഇല്ല. എന്നാ പോയി വയർ നിറച്ച് കഴിക്കും. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്പീഡപ്പ് ആവട്ടെ. തോളിൽ തട്ടി ദത്തൻ പുഞ്ചിരിയോട് പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അയാൾ തലയാട്ടി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സ്ത്രീയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ദത്തൻ പുറത്തേക്ക് പോയി. എന്റെ ബലമായ സംശയം ദേവൻ അയാളോട് ക്ഷമിച്ചതെന്നാണ്. പക്ഷെ പിന്നെ എന്തിനാ ഈ റെയ്ഡ്? ഇനി ദേവനല്ലേ ഈ റെയ്ഡിന് പിന്നിൽ? ശ്രീ ചോദിച്ചു. ദേവൻ ആ കാര്യം ക്ഷമിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഏത് കാര്യമാണ് ക്ഷമിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ തന്തപ്പടിയുടെ കൂസലില്ലായ്മക്ക് ഒരു കാരണമുണ്ട്. അയാളുടെ വിചാരം അയാൾ വലിയ ബുദ്ധിമാനാണെന്നാണ്. അതെല്ലാം ഉടനെ മാറിക്കോളും. അത് പറഞ്ഞ് പാതി റൂമിലേക്ക് പോയി. ശ്രീ ആണെങ്കിൽ കിളിപോയ രീതിയിൽ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ് ചന്ദ്രൻ്റെ അരികിലേക്കായിരുന്നു. അമ്മവ, ഈ റെയ്ഡ് നടക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ കൂടിയാ. എന്നിട്ട് എന്തൊരു കുലുക്കോ ഇല്ലാതെ പത്രവും വായിച്ചിരിക്കുന്നേ? ഓർമ്മയൊക്കെ പോയോ? ശ്രീചന്ദ്രനെ ചൊറിയാൻ തുടങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പഴയതൊന്നും മാത്രം എളുപ്പത്തിൽ മറക്കുന്ന ആളല്ലേ ഈ ചന്ദ്രൻ. ചന്ദ്രശേഖരൻ ഇന്നലെ ശ്രീ ചവിട്ടിയെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എടാ കോച്ചനെ, നിന്റെ അമ്മാവൻ നീയൊക്കെ ചിന്തിക്കുന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ്. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല. അയാൾ ന്യൂസ് ചാനൽ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഓഫീസിൽ പോയ പാർവതിയും പപ്പയും ശ്രീയുടെ അച്ഛനും അപ്പോഴേക്ക് വീട്ടിലേക്ക് വന്നിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഓഫീസിൽ റെയ്ഡല്ലേ? ഓഫീസിൽ റെയ്ഡിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഈ വീട് കൂടി സെർച്ച് ചെയ്യണമെന്ന്. അത് കേട്ട് ചന്ദ്രശേഖരൻ എഴുന്നേറ്റു. ഈ വീടോ? അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും വേറെ കുറച്ച് വണ്ടികളും ആ തറവാടിന് മുന്നിൽ വന്നു. ജീപ്പിൽ നിന്ന് സ്ഥലം എസ്ഐയും 2-3 കോൺസ്റ്റബിളും അതിന് പിന്നിലായി മറ്റു റെയ്ഡിംഗ് ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സ്ഥലം മെസ്സേജ് ചന്ദ്രനെയും ദത്തൻ്റെ പപ്പയെയും നോക്കിയാണത് പറഞ്ഞത്. പറ്റില്ല, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് സെർച്ച് ചെയ്തു. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ ഈ റോങ് ഇൻഫർമേഷൻ്റെ പേരിൽ എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്ക് ഓർഡർ തന്ന ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉയരത്തുള്ളവരുമായി പിടിപാടുള്ള ആളായി ചന്ദ്രശേഖരൻ. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണ്? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിവിടെ സെർച്ച് നടത്തിയിരിക്കും. ഇനി തടയാനാ ഭാവെങ്കിൽ ഞങ്ങൾ ഫോഴ്സുമായി വരും. എസ് അത് പറയലും അയാളുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചാണ്. നോക്കി നിൽക്കാതെ കോൾ അറ്റൻഡ് ചെയ്യും സാറേ. ഇമ്പോർട്ടൻ്റ് കോളാണെങ്കിലോ? ചന്ദ്രശേഖരൻ്റെ പൂച്ച നിറഞ്ഞ വാക്ക് കേട്ട് എസ് കോൾ എടുത്തു. യാ സർ. നോ സർ, ഇറ്റ്സ് ഓക്കെ സർ. യെസ് സർ. എസ് ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. DGP ആയിരിക്കുമല്ലേ എസ് സാറേ? എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ചന്ദ്രൻ അത് പറഞ്ഞ് സെറ്റിയിലേക്ക് ഇരുന്ന് കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു. വാടോ പോകാം. എസ് കൂടെയുള്ളവരെ വിളിച്ച് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഏതെങ്കിലും ഒരു പീറച്ചെറുക്കൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല ഈ ചന്ദ്രന്റെ സാമ്രാജ്യം. ശ്രീയെ നോക്കിയാണ് ചന്ദ്രൻ അത് പറഞ്ഞത്. വീട്ടിൽ നിന്നിറങ്ങിയ എസ് ഫോൺ എടുത്ത് ആരുടെയോ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ സാർ, ഒന്നും നടന്നില്ല. അതെ, DGP. ഇല്ല സാർ. ഓക്കെ. അവർ ജീപ്പിൽ കയറി പാലക്കൽ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. സർ, എന്തൊക്കെയാ കേൾക്കുന്നേ? ഇതിനു വേണ്ടിയാണോ നമ്മളിതിന് കഷ്ടപ്പെടുന്നത്? കാശിനാഥൻ ദത്തൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നമ്മളെന്ത് ചെയ്യാനാ കാശിനാഥൻ? DGP നേരിട്ട് ഇടപെട്ട് വിളിച്ച് പറഞ്ഞതല്ലേ? ദത്തൻ അലസമായി ചെയറിലേക്ക് ചാരിക്കിടന്ന് പേപ്പർ വെയിറ്റ് കയ്യിൽ കറക്കിക്കൊണ്ട് ചോദിച്ചു. DGPക്ക് മുകളിൽ എന്താ വേറെ ഉദ്യോഗസ്ഥന്മാരില്ലേ? ഈ നാട്ടിലെ നിയമവും വകുപ്പും ഇനി ഞാൻ കാശിനാഥൻ ആദ്യം മുതൽ പഠിപ്പിച്ച് തരണോ? സർ, അത്
അയാളെന്തോ പറയാൻ നിന്നതും ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. യാസ്, ഓക്കെ, താങ്ക്സ്. ദത്തൻ്റെ പുഞ്ചിരിയോടെ ചേറിയിൽ നിന്ന് എഴുന്നേറ്റ് മേശപ്പുറത്തിരിക്കുന്ന തൊപ്പിയെടുത്ത് തായിലേൽപ്പിച്ചു. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാനും വരട്ടെ സർ? വേണ്ടടോ, താൻ ഇവിടെ വേണം. തന്നെ ഞാൻ മറ്റൊരു ദിവസം കറങ്ങാൻ കൊണ്ടുപോകാം. അത് പറഞ്ഞ് ദത്തൻ പുറത്തേക്ക് നടന്നു. പിന്നാലെ കാശിയും. സേതുമാധവൻ, ഒന്നിങ്ങ് വന്നേ. പുറത്ത് ആരുടെയോ പരാതി എഴുതുന്ന ആളെ ദത്തൻ അടുത്തേക്ക് വിളിച്ചു. സാർ, ഞാൻ ഈ കംപ്ലൈൻറ്റ്. കാശി, താൻ അതൊന്ന് എഴുതി വാങ്ങടോ. ഈ സേതുമാധവൻ്റെ ഒരു കാര്യം കുറച്ച് ദിവസം വർക്കിൽ വല്ലാതെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടടോ. വാ, നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാം. സാർ, ഞാൻ ഉച്ചക്കലെ ലഞ്ച് കുറച്ച് മുമ്പ് കഴിച്ചേ ഉള്ളൂ. അത് സാരല്ലടൂ, ഒരു ചായ കുടിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അതും പറഞ്ഞ് ദത്തൻ അയാളുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു.